ഷാജു കെ ജോസഫ് എന്ന ദേവദാസിന്റെ മകൻ ശമുവേലുമായി, അതുപോലെ തന്നെ അവരുടെ ചാനല് നമ്മളൊപ്പം ആയിരിക്കുന്നുവല്ലോ, ആ പ്രിയപ്പെട്ടവരെയും അതുപോലെ അതിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥനയോടെയും അതുപോലെ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഒക്കെ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുകയാണല്ലോ. വാസ്തവമായും നമുക്കറിയാം ഇത് ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. അതിനേക്കാൾ ഉപരിയായി ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നതിനേക്കാളും 1000 ദിവസത്തെക്കാളും ഉത്തമമാണ് ഒരു ദിവസമായിരിക്കും. അങ്ങനെ കുറയ്ക്കുക. ദൈവനാമം മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാനിടയായി തീരണം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം 143 സങ്കീർത്തനങ്ങളാണ്. അതിലെ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അതല്ല എങ്കിൽ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന വേദഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്. അവന്റെ ജീവിതത്തിൽ ശൗലോ അല്ലെങ്കിൽ അബ്ശലോമോ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് പണ്ഡിതന്മാര് പറയുന്ന ഒരു വീക്ഷണമാണ്. ആരാണ് തന്നെ കൊല്ലുവാനായി ഇല്ലാതാക്കുവാനായി വരുന്നത് എന്നറിയുന്നില്ല. പക്ഷെ തൻ്റെ ജീവന് നേരെ വലിയ രീതിയിൽ ജീവനെ ഇല്ലാതാക്കുവാനായിട്ടുള്ള, കൊന്നുകളയുവാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി താൻ ഓടി ഒളിക്കുന്ന അനുഭവത്തിൽ പ്രാർത്ഥനയായി എഴുതപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നത് തൻ്റെ ഈ പ്രയാസങ്ങളുടെ നടുവിൽ തൻ്റെ ജീവന് വലിയ അപകടം നേരിട്ട സമയത്ത് അവനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പലരുടെയും ജീവിതത്തിൽ അപ്രകാരം പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ കണ്ടവരാണ് നമ്മുടെ ചുറ്റിലും നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലര് ഈ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കെതിരെ, മറ്റുള്ളവർക്കെതിരെ, സാഹചര്യങ്ങൾക്കെതിരെയൊക്കെ പരാതിയും കുറ്റം പറച്ചിലൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനെ അവിടെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അവിടെ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് ശക്തമായിട്ടൊരു പ്രാർത്ഥന നടത്തുവാനായിട്ട് ദൈവം പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലെ സ്വത്രം ഇപ്രകാരം ഒരു സാഹചര്യമൊക്കെ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നിൽക്കുവാനായിട്ടുള്ള ഒരു കൃപയാണ് നമ്മുടെ മേലിൽ തന്നിട്ടുള്ളത്. പ്രശ്നങ്ങളും അങ്ങനെ വലിയ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നല്ല. പലപ്പോഴും പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുവാനിടയായി തീരേണ്ടത് സ്വത്രം ഹല്ലേലൂയ, പ്രതിസന്ധികൾ വരാതിരിക്കുവാനല്ല, അതിന്റെ നടുവിൽ നാം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുവാനിടയാകുന്നത്. അവിടെ നമുക്ക് ഭയപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മനുഷ്യ സഹജമാണ്. ഇവിടെ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്റെ മനസ്സെന്ത് വിഷാദിച്ചിരിക്കുന്നു, ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദയം സ്തംഭിച്ചു എന്ന് പറയുന്നത് എന്താണ്? ചില ചില പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോ ഞാൻ ജീവച്ഛവമായി തീർന്നു, ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത മരിച്ചുപോയ പോലെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നൊക്കെ പറയുവാനൊക്കെ ഇടയായിത്തീരും. നിരാശയും അതിനേക്കാൾ അപ്പുറമായി, നിരാശയെക്കാളും വലുതായ ഒരു അവസ്ഥയാണ് വിഷാദം എന്ന് പറയുന്നത്.
ആ ഒരു തലത്തിലേക്ക് ദാവീദ് വരുവാനായിട്ടിടയായിത്തു. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യ സഹജമാണ്. എല്ലാ മനുഷ്യരിലും അങ്ങനെ സംഭവിക്കാനൊക്കെ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കയറി വരുമ്പോഴും മനുഷ്യ സഹജമായ നിലയിലൊക്കെ നമ്മൾ ഭയപ്പെടുകയും അതുപോലെ തന്നെ മനസ്സ് എന്ത് ചെയ്യുക, വല്ലാതെ ക്ഷീണിച്ചു പോകാനൊക്കെ ഇടയായിത്തീരും. അല്ലെ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദാവീദ് പറയുന്നത് പോലെ ഹൃദയം സ്തംഭിച്ചു പോയ പോലെ ഒക്കെ ആയിത്തീരുവാനൊക്കെ ഇടയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്കൊരു ആവേശമുണ്ട്. അതിന്റെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. അവിടെ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ, ഒരു ആശ്വാസത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിനുള്ളത് ദൈവം ഒരുക്കി തരുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങള് സ്വത്രം ഇവിടെ വളരെ ഉറ്റവരായിരിക്കുന്ന, വളരെ വേണ്ടപ്പെട്ടവരായിരിക്കുന്നവർ അവനെ തിരിഞ്ഞ് ആക്രമിക്കുവാനിടയായി തീരുകയാണ്. അവന്റെ സ്വന്തം എന്ന് പറഞ്ഞവൻ, അവർക്ക് വേണ്ടി ശക്തമായിട്ട് നിന്ന പ്രിയപ്പെട്ടവനാണ് ദാവീദ്. എന്നാൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർ ഇവന് എതിരാകുവാനിടയായി തീർന്നു. അത് സാധാരണ നിലയിലേക്കുള്ളതല്ല, വളരെ ആഴമായ വേദനയുളവാക്കുന്ന അവന്റെ രാജാവായിരുന്നുവെങ്കിൽ എങ്കിലും, അല്ലെങ്കിൽ പടത്തലവനൊക്കെ ആയിരിക്കുന്നെങ്കിലും, വളരെ ഉന്നതമായ നിലയിലൊക്കെ ആണെങ്കിലും അവന്റെ ശക്തിയും അവന്റെ അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോകുന്ന നിലയിലേക്ക് ഒരു അപമാനിതനായി തീർന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപമാനിതനാവുക എന്നതിനേക്കാളും അപ്പുറമായി അവന്റെ ഉള്ളം തകരുന്നു പോകുവാനിടയായി തീർന്നു. അവൻ അത്രയ്ക്കധികം ദൈവഭക്തനായിരുന്നു. അവന്റെ സ്നേഹം മനുഷ്യരെ, ബന്ധുക്കളെ ഒക്കെ സ്നേഹിക്കുന്ന, ആഴമായി സ്നേഹിപ്പാൻ അവന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇവനെ ഇതുപോലെ വേദനിപ്പിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വേദനയോടെ ഉറ്റവർ, സ്വത്രം വളരെ വേണ്ടപ്പെട്ടവർ, രക്തബന്ധങ്ങൾ പോലെ അടുത്തു നിന്നവർ, വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ നാളുകളിൽ നിന്നവർ, അവർക്ക് വേണ്ടി ഒത്തിരി വേദന സഹിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത പ്രിയപ്പെട്ടവരായിരിക്കാം. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് മനോഭാരത്തോടെ, വേദനയോടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവം നിനക്കായി, നമുക്കായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം ജീവിക്കുന്ന ദൈവമാ. ആ വിഷയത്തിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ മതിയായ ദൈവമാ. സ്വത്രം. ഈ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ദാവീദിനെ പോലെ ചെറിയ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ആത്മാർത്ഥമായി തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. സ്വത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തകർന്നു നുറുകിയുമുള്ള ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തരുവാനിടയാകും. ഈ ദിവസങ്ങളിൽ ദാവീദിന്റെ പ്രാർത്ഥന കേട്ട ദൈവം നിന്റെയും നമ്മുടെയും പ്രാർത്ഥന കേൾക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ സഹജമാണ് ഭാരം വരിക, വേദന വരിക, ഭയം വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് നമുക്ക് ആ സങ്കീർത്തനം വായിച്ചാല് ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് ശരിയായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ, പ്രയാസങ്ങളൊക്കെ കയറി വരുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം, കുറെ പ്രാർത്ഥിച്ച് ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാരത്തോടെ പ്രാർത്ഥന നിർത്തിയ അനേകരെ കാണാനായിട്ട് കഴിയും. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ പലരെയും കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ശരിയാ, വിശ്വാസം നഷ്ടപ്പെടുന്ന അവസരങ്ങളാ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. എന്നാൽ ദാവീദ് വിശ്വാസത്തിന് കയറി വരുവാനിടയായി തീർന്നു. മനസ്സ് വിഷാദിച്ചു വന്നു, ഹൃദയം സ്തംഭിച്ചു പോകുവാനിടയായി തീർന്നു. എന്നാൽ അവൻ വിശ്വാസത്തിലേക്ക് കയറി വരുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കൾ അല്ലെങ്കിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക്
ആമേ ഭാരമുള്ള വേദനിക്കുന്ന സ്വത്രം ആർക്കും സഹായിപ്പാൻ കഴിയാത്ത വണ്ണം പല വിഷയങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ എങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എന്റെ അവസ്ഥയെ അറിഞ്ഞ് സ്വത്രം ഒരു മാറ്റം വരുത്തുവാൻ ഒരു കാര്യങ്ങളും കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ നടുവിൽ സ്വത്രം ഒരു കൊച്ചു ജീവിതത്തിൽ ഒരു കൊച്ചു പ്രാർത്ഥന ദാവീദ് നടത്തി ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തോന്നും. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് നമുക്ക് ആ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഭാഗത്തിൽ പറയുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവയുടെ പ്രാർത്ഥന കേട്ട് യാചനകൾക്ക് ചെവി തരണമേ, നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളേണം. വായിക്കാം. ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവരാരും തിരുസന്നിധിയിൽ നീതിമാനാകില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ദാവീദ് ചെയ്തതായ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എനിക്കൊരു വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. സ്വതന്ത്രം വാസ്തവമായി കർത്താവേ, നീ എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ വരണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായി നിലകൊള്ളുവാനിടയാകും. അവരുടെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ സ്വതന്ത്രം നമ്മുടെ ജീവിതത്തിലെ ഒരു അവിശ്വസ്തത കടന്നു വന്നാലും ദൈവം ഉള്ള ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായി ജീവാന്ത്യകാലം നിൽക്കുവാനിടയാകും. അവൻ നമുക്ക് വിശ്വസ്തനായ ദൈവമാണ്. പിന്നെ പറയുന്നത് വിശ്വസ്തനും നീതി, അല്ലെ, നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളേണം. അപ്പൊ അത് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ വന്നുപോയ ചില കുറവുകളുണ്ട് എന്ന് ഏറ്റുപറയുന്നതായ ഭാഗമാണ് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നത്. അടിയനെ എന്ത് ചെയ്യരുത്? ന്യായവിസ്താരത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്, അല്ലെ, എന്ത് ചെയ്യരുത്? പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപങ്ങളെ വെറുക്കുന്ന പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം പാപത്തെ ശിക്ഷിക്കുവാനിടയാകും. നീതിമാനായ ദൈവം പാപത്തെ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, നീ എന്റെ ന്യായവിസ്താരത്തിൽ എന്റെ കുറവുകളെ നീ ശിക്ഷിക്കുവാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളവർ ആരും തിരുസന്നിധിയിൽ നീതിമാനാകിയില്ലല്ലോ. തിരുസന്നിധി ദൈവം മുമ്പാകെ ആരും എന്താകില്ല? നീതിമാനാകിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, തിരുവെഴുത്ത് പഠിച്ചപ്പോൾ, ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, സകല മനുഷ്യരും എന്താണ്? പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം പഠിച്ച ദാവീദ് പറയുന്നത്, ജീവനുള്ളവർ ആരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ല, ആരും പാപം ചെയ്യാത്തവനില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെയും പാപങ്ങളെ ക്ഷമിക്കണം. തിരുസന്നിധിയിൽ ആരും നീതിമാനാകിയില്ല എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണുന്ന ഭാഗം റോമാലേഖനം 3-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, നീതിമാൻ പ്രൈസ് ദി ലോർഡ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അതിന്റെ 23-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനായി പിറന്നവൻ,
ആമേസത്രം ആദോ ഹവ്വയുടെയും വീഴ്ച മുഖാന്തരം ആമേസത്രം മനുഷ്യകുലത്തിന് ആമേസത്രം പാപം പരക്കുവാനിടയായിത്തു. സകല മനുഷ്യരും ഏകനാൽ പാപികളായി തീർന്നു. മനുഷ്യനായി ജനിച്ചവർ മുഴുവനും പാപികളായി അങ്ങനെ വരുവാനിടയായി തീർന്നു, പാപികളായി തീരുന്നു. ഒരുവൻ മുഖാന്തരം സകലത്തെയും എന്ത് ചെയ്യുക? പാപികളായി തീർന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം സകലരും നീതിമാന്മാരായി. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഏകന്റെ അനുസരണക്കേട് നിമിത്തം സകലരും പാപികളായെങ്കിൽ മാനവലോകത്തിന് ദൈവം നീതിമാൻ മാത്രമല്ല, സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് മാനവലോകത്തിന് ഒരു രക്ഷയുടെ പദ്ധതി ഒരുക്കി. ഒടുക്കത്തെ ആദാം മുഖാന്തരം അവന് വിശ്വസിക്കുന്നവരൊക്കെല്ലാം നീതിമാന്മാരായി തീരുന്നു. പാപികളായി തീർന്നുവെങ്കിൽ ഒരുവൻ മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം നീതിമാന്മാരായി തീരുവാൻ ദൈവം ഒരു വഴി തുറക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ അത് നമുക്ക് സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായി, നീ ഒരു വിലയും കൊടുക്കണ്ട, നീ ഒരു കർമ്മങ്ങളും ചെയ്യണ്ട. നമുക്കറിയാം, വ്യത്യസ്തമായ ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ട്, ഒത്തിരി പാപക്ഷമയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് പല അതിശയകരമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വിചിത്രമായ പല കാര്യങ്ങളും നമ്മൾ പാപക്ഷമയ്ക്ക് വേണ്ടി പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇത് സൗജന്യമായത്ര പാപക്ഷമ ദൈവം നൽകി തരുവാനിടയായിട്ടുള്ളത്. സൗജന്യമാണ് പാപക്ഷമ. ദൈവത്തിൽ നിന്ന് പാപം സൗജന്യമായത്ര പ്രാപിക്കുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവനും മനുഷ്യർക്ക് വില കൊടുക്കാൻ കഴിയില്ല. സൗജന്യമായാണ് ദൈവത്തിൽ നിന്ന് മാനവജാതിക്ക് ലഭിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദാനമാണ്, സൗജന്യമാണ്. നാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ? അല്ലേ? നാം ശ്വസിക്കുന്ന വായു, ഇത് സൗജന്യമാ. ഇത് എങ്ങനെയാ നമുക്ക് വില കൊടുക്കാൻ പറ്റും? വില കൊടുക്കാൻ കഴിയില്ല. ഒരു മാസത്തിന്റെ വില കൊടുക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം ലക്ഷക്കണക്കിന് പൈസ വരും. നാം ഇന്ന് ലഭിക്കുന്ന ഈ വെളിച്ചമുണ്ട്. KSEBക്കാര് 2 മാസം കൂടുമ്പോ 2800 അല്ലേ 2500 ഒക്കെയാ നമ്മളേക്ക് വാങ്ങിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇത് ഒരുക്കി തന്ന് ഈ വെളിച്ചമൊക്കെ ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ നാം കുടിക്കുന്ന വെള്ളം ഇന്ന് 10 രൂപയ്ക്കൊക്കെ ചെറിയൊരു ബോട്ടിൽ കിട്ടും. അത് ഗവൺമെന്റിന്റെ ഒക്കെ സ്കീമിലൂടെയൊക്കെയാണ് അത് വില കുറയുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ കുറച്ചും കൂടെ വില കൂടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഇത് വെളിച്ചവും വായുവും വെള്ളവും ഒക്കെ സൗജന്യമാണ്. ദൈവത്തിന് ലഭിക്കുന്നത് സൗജന്യമാണെങ്കിൽ പാപക്ഷമയും ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അത് സൗജന്യമാണ്. ആ സൗജന്യമായത് ലഭിക്കുന്ന മാർഗത്തെ കുറിച്ചിട്ടാണ് കർമ്മങ്ങൾ, വിവിധമായ നിലകളിൽ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ പാപക്ഷമ ദൈവത്തിന് ലഭിക്കാൻ കഴിയുകയില്ല. ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സൗജന്യമായി അവൻ പാപങ്ങളെ ക്ഷമിച്ചു തരുവാനിടയാകും. പാപങ്ങളെ ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് അവനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ പാപങ്ങളെ ക്ഷമിക്കുകയും അവന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ മുഖാന്തരമാണ് നീതീകരണം എന്ന് നമുക്ക് കാണുവാൻ. 26-ാമത്തെ വാക്യം, റോമാലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ നീതിമാനായ ദൈവമായതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവനെ എന്ത് ചെയ്യും? നീതീകരിക്കുന്നു. നീതിമാനായ ദൈവം ചെയ്യുന്ന കാര്യം. താൻ നീതിമാനായ ദൈവമായതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്.
നീതിമാനായ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചതാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? നീതീകരിക്കും. ദൈവം നീതീകരിച്ചാല് അവനെ നീതിമാനായി തീരും. ഇവിടെ കോടതിയെ സ്വാധീനിച്ചാൽ കോടതി സ്വാധീനിക്കപ്പെടാതിരിക്കാൻ അവര് സത്യപ്രതിജ്ഞകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മൾ ചെയ്ത കുറ്റങ്ങളൊക്കെ കോടതിയുടെ മുമ്പാകെ എന്തെങ്കിലും രീതിയിലൊക്കെ സ്വാധീനിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അല്ലെങ്കിൽ കോടതി പിടിച്ചില്ലെങ്കിൽ ആൾക്കാരെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. മനുഷ്യരുടെ മുമ്പിലൊക്കെ നീതിമാന്മാരായി തീരും. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മുമ്പാകെയാണ് നമുക്ക് നീതിമാനായി തീരേണ്ടത്. അതാണ് ദാവീദ് പറയുന്നത്, നിന്റെ തിരുസന്നിധിയിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ആരും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിമാനായ ദൈവം യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിച്ച് തന്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവനോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ പാപങ്ങളെ ക്ഷമിച്ച് അവന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവം മുമ്പാകെ നീതിമാന്മാരായി തീരുവാനിടയാകും. 1 യോഹന്നാന്റെ സുവിശേഷം, ആരും ദൈവസന്നിധിയിൽ നീതിമാനില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ആരോടെ പ്രാർത്ഥിച്ചെന്നറിയോ? വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. എന്റെ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കുന്നത്. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ്, അവൻ വിശ്വസ്തനും നീതിമാനുമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ഒന്നും കൂടെ ഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ആരോടാ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നത്? പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ളവനോട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ ആർക്ക് അധികാരമുള്ളത്? ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളൂ എന്ന് യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹൂദന്മാർ പറയുവാനിടയായി തീർന്നു, പാപമോചിക്കാൻ ആർക്ക് അധികാരമുള്ളത്? ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുക, നമ്മുടെ പാപങ്ങളെ ആരോട് ഏറ്റുപറയണം? പാപങ്ങളെ ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ച് പരിഹാരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യേശു കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. യേശു കർത്താവ് വിശ്വസ്തനും നീതിമാനുമായതുകൊണ്ട് അവനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ അവിടുത്തെ രക്തം കൊണ്ട് ശുദ്ധീകരിപ്പാനിടയായി തീരും. ഒരു വസ്തുവിനെ ശുദ്ധീകരിച്ചാൽ അത് വിശുദ്ധമാണ്. പാപികളും അഭക്തരുമായിരുന്ന നമ്മെ യേശുവിൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞത് കൊണ്ട് അവൻ വിശ്വസ്തന് നീതിമാനുമായ ദൈവമായതുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാ ദൈവം നമുക്ക് മാനവജാതിക്ക് മോക്ഷത്തെ നൽകുവാൻ, ദൈവം മുമ്പാകെ പാപികളായ നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാൻ ദൈവം ഒരുക്കുവാനിടയായി തീർന്നു. കാരണം അവൻ നീതിമാനായ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ മാനവജാതി രക്ഷിപ്പാൻ ദൈവം ഒരു വഴി തുറക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ കാണുവാൻ കഴിഞ്ഞത് ഒരു വിടുതലിന് വേണ്ടി, ശരിയായ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചത് ഒരു വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തോട് തന്റെ കുറവുകളെ ഏറ്റുപറയുകയാണ്. നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ, പാപങ്ങളെ ക്ഷമിച്ച് ലഭിപ്പാൻ സ്വത്ര കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല.
അവയെ വിവിധമായ നിലകളിൽ സ്വത്രം വലിയ കഠിനമായ പല കാര്യങ്ങൾ ചെയ്ത് പലതും നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ സൗജന്യമായി ആ ഇരുന്ന ഇരിപ്പിൽ നിമിഷ നേരം കൊണ്ട് ദൈവമേ കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവയെ തകർന്നു നുറുകിയുള്ള ഹൃദയത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരും നീതിമാനുമായി തീരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ശരിയായ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവമുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് ദാവീദ് ആഗ്രഹിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. 143 മൂന്നാമത്തെ ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, നിലത്തിട്ട് തകർത്തിരിക്കുന്നു. മരിച്ചവരെ പോലെ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. എന്റെ മനം വിഷാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുക? സ്തംഭിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പറയുവാനിടയായി തീർന്നു. ഇതുപോലെ വലിയ മനുഷ്യനാണ് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ പലരും ദൈവമക്കൾ ചെയ്യുന്നത് മനുഷ്യന്റെ പ്രത്യേകതകൾ രണ്ട് രീതിയിൽ കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ ഇതുപോലെ മനസ്സ് വിഷാദിക്കുന്നു, ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു. അത് വിശ്വാസിക്കും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അപ്പുറത്ത് ലോകം അല്ലെങ്കിൽ ദൈവമില്ലാതെ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത്? ചിലരൊക്കെ മദ്യപാനത്തിലേക്ക്, അല്പം മയക്കുമരുന്നിലേക്കൊക്കെ പോകുവാനിടയായിത്തീരും. ചിലര് ഒരു ട്രെയിൻ വരാൻ വേണ്ടി കാത്തുക, എന്തിനു വേണ്ടിയിട്ടാ? മുന്നിലേക്ക് ചാടാൻ വേണ്ടി. ചിലര് കടയിൽ പോയി ഒരു കയറൊക്കെ വാങ്ങിക്കും. ചിലര് കടയിൽ പോയിട്ട് വിഷക്കുപ്പിയൊക്കെ വാങ്ങിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. ഓടി ഒളിക്കുന്നതാണ് പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല. അവന്റെ കുടുംബത്തിന് ഒരു തീരാ ദുഃഖം വരുത്തുന്ന, തീരാ വേദന വരുത്തുന്ന, വലിയ ഒരു അപമാനം വരുത്തുന്ന, ഒരു ശാപം വിളിച്ചു വരുത്തുന്ന, അവന്റെ തലമുറയും അവന്റെ തറവാടിനെയും ഗതികേടിലാക്കുന്ന പ്രവൃത്തിയാണ് അതെന്ന് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് എത്ര കർമ്മം ചെയ്താലും ലോകം പറയുന്നത് പോലെ എന്തൊക്കെ ചെയ്താലും അവന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുവാനായിട്ട് ഇടയാകത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ദാവീദ് ഈ പ്രയാസത്തിലൂടെ അവന്റെ മനസ്സൊക്കെ ആകെ വിഷമിച്ച് തകർന്ന് ഒന്നും കൊള്ളാത്തവൻ മരിച്ചവനെ പോലായ ദാവീദ് ചെയ്തതായ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അതിപ്രധാനമാണ്. ഒരു പ്രശ്നങ്ങൾ കയറി വന്ന് വലിയ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ ദാവീദ് തന്റെ പ്രാർത്ഥനയിൽ കയറി പാപത്തെ കുറിച്ചൊക്കെ ഏറ്റുപറഞ്ഞു. അതിനുശേഷം അവന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്തൊരു ചിന്തയാണ്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികളെ നീ ഓർക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ മാറാത്ത ദൈവമാ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ കൈവിടാതെ നിന്നെ കാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പറഞ്ഞാൽ വാക്ക് മാറും, എന്നാൽ ദൈവമായവൻ പറഞ്ഞാൽ അവൻ വാക്ക് മാറുകയില്ല. വാക്ക് മാറാത്തൊരു ദൈവമാ നമ്മുടേത്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൈവിടുകയില്ല. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ്, മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. അവന് അത്ഭുതങ്ങളെ ചെയ്ത് ദാവീദിനെ ഇടയനായിരുന്ന കാട്ടിലായിരുന്നവൻ, ആർക്കും വേണ്ടാതെ കിടന്ന് അവൻ നടന്നു പോയവൻ സ്വത്രം ഹല്ലേലൂയ കൊണ്ടുവന്ന് ഉയർത്തി അവന് അഭിഷേകത്തെ കൊടുത്ത് ദൈവത്തിന്റെ പ്രത്യേകമായ നടത്തിപ്പ് നൽകി അവൻ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിലേക്ക് കയറി വന്ന ഒരുവനാണ് സ്വത്രം ശക്തനായി തീർന്ന സ്വത്രം ഹല്ലേലൂയ ലോക പ്രസിദ്ധനായി തീർന്ന സ്വത്രം അത്രക്കേറെ പ്രസിദ്ധി നേടിയ ദാവീദ് ഇപ്പോൾ ഏതവസ്ഥയാണ്?
ആ അവസ്ഥയിൽ അവൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ കൊടുക്കുവാനിടയായി തീർന്ന ഒരു ചിന്തയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ആ വാക്യം ഒന്ന് വായിച്ച്. ഞാൻ പണ്ടത്തെ നാളുകൾ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും ഞാൻ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്, ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, രണ്ടാമത്തേത് കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർക്കുവാനായിട്ട് ഇടയായിത്തീരാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളിൽ നടത്തിയത്, നമ്മുടെ ബലഹീനതകൾ, നാം ക്ഷീണിച്ചപ്പോൾ, നാം തകർന്നു പോയപ്പോൾ, സ്വത്രം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഭാരപ്പെട്ടപ്പോൾ, അയ്യോ എന്ന് നിലവിളിച്ചപ്പോൾ, ആരും സഹായമില്ലാതിരുന്നപ്പോൾ, നമ്മെയും നിന്നെയും ഒക്കെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്, അന്ന് നടത്തിയ ഒരു ദൈവമുണ്ട്. അന്ന് തകർന്നു പോകുമെന്ന് വിചാരിച്ചതാ, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാ. ആ സ്ഥാനത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ? ആ ദൈവം ഇന്നും പ്രവർത്തിക്കുവാനിടയാകും. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്നയോളം നടത്തിയെങ്കിൽ നിന്നെയും നാളെയും നടത്തും. അവൻ കൈവിടാതെ നടത്തും, ശ്രേഷ്ഠമായി നടത്തും. നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ വിശ്വാസം വെറുതെയല്ല. അവൻ അന്ത്യത്തോളം നമ്മെ നടത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തന്ന ഒരു കാര്യമാ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ദൈവം ചെയ്ത പ്രവൃത്തികളെ ധ്യാനിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ഇന്ന് നമുക്കറിയാം, അത് നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് സാധാരണ മനുഷ്യർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോ എന്ത് സംഭവിക്കുക? മനസ്സിനൊരു പ്രത്യാശ വരുവാനിടയാകും. നിരാശ മാറി, വിഷാദം മാറി. വിഷാദത്തെക്കാളും നിരാശയൊക്കെ മാറി, എല്ലാം മാറുക. പ്രത്യാശ വരുവാനിടയായിത്തീരും. ഒരു ധൈര്യം വരുവാനിടയാകും, ഒരു ഉറപ്പ് വരുവാനിടയാകും. ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാനിടയായിത്തീരും. സ്വത്രം പിശാച് വിചാരിച്ചത് നിന്നെ അങ്ങ് ഇല്ലാതാക്കുവാനായിട്ട് കഴിയും. നിന്നെ സ്വത്രം നിന്നെ എന്ത് ചെയ്യുക? ചുരുട്ടിക്കൂട്ടി നിന്നെ ചവറ്റുകൊട്ടയിൽ ഇടുന്നത് പോലെ നിന്നെ ഒന്നുമല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ച് സന്തോഷിച്ച് കാത്തിരുന്ന അന്ധകാര ശക്തികളുടെ മുൻപാകെ സ്വത്രം ദൈവമക്കൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തത് ഓർക്കുമ്പോൾ സ്വത്രം ആ പരിപാടികളൊക്കെ മാറി അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിലൊക്കെ ഹൃദയം കത്തി വരുവാനിടയായി. മനസ്സ് എന്ത് ചെയ്യുക? ബലപ്പെട്ട് നിരാശ മാറി പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയിൽ നിറയുകയാ. അത് കാശ് കൊടുത്താൽ കിട്ടത്തില്ല, അത് സിനിമ കണ്ടാൽ കിട്ടത്തില്ല, സ്വത്രം അല്പം മദ്യം കഴിച്ചാൽ കിട്ടത്തില്ല. പ്രത്യാശ വരുന്നത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയ, ദൈവത്താലുള്ള പ്രവൃത്തിയ. ദൈവത്തിൻ്റെതായ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഈ പ്രത്യാശ കൊണ്ട്, പ്രതീക്ഷകൾ കൊണ്ട് നാം ധന്യരായി തീരുക. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോഴുണ്ടല്ലോ, നന്ദി പറയുമ്പോഴുണ്ടല്ലോ, സ്വത്രം ഹല്ലേലൂയ, അത്ഭുതകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് വരുവാനിടയാകും. അവിടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ശത്രു, അന്ധകാര ശക്തികൾ പലതും പ്രതീക്ഷിച്ചു, പല പദ്ധതികളും ഉണ്ടാക്കി അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അവൻ സ്വത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും നിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വത്രം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുമ്പോൾ സ്വത്രം അത്ഭുതകരമായ വ്യത്യാസങ്ങൾ നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അവൻ വാക്ക് മാറാത്തവനാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യമാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ ഇടയായിത്തീരുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം, അവന്റെ ആഴമായി വിശ്വാസത്തിലേക്ക് അവൻ എത്തുവാനിടയായിത്തു.
ഇതൊക്കെ ചിന്തിച്ചപ്പോൾ അവന്റെ മനസ്സൊക്കെ ബലപ്പെട്ടു വന്നപ്പോ പ്രൈസ് ദി ലോർഡ്, നിരാശയ്ക്ക് പകരം പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ കൊണ്ട് അവൻ ധന്യനായി തീർവാനിടയായി തീർന്നു. അവന്റെ പ്രാർത്ഥനയുടെ രീതി മാറി, വലിയ വിശ്വാസത്തിന്റെ ഉടമയായി തീർന്നു. അവൻ വിശ്വാസം, ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങളെ വിശ്വസിക്കുവാൻ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അല്ലെ, വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ദൈവമക്കൾക്ക് എപ്പോഴും വിശ്വാസം എന്തായി തീരണം? ഉള്ളവരായി തീരണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. ദൈവസന്നിധിയിൽ ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ. 7-ാമത്തെ വാക്യം പറയുക. പ്രൈസ് ദി ലോർഡ്. എന്താ വിശ്വാസമുള്ളത് കാണുവാനായി കഴിയുന്നത്? വിശ്വാസമുള്ളവന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്താ അവൻ ഉപയോഗിച്ച വാക്ക്? നീ വേഗത്തിൽ ഉത്തരമരുളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവരൊക്കെ എന്ത് ചെയ്യ? വിശ്വാസമില്ലാത്തവര് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയില്ല. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഉത്തരമരുളുവാൻ കഴിയുന്ന ഒരു ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. നിന്റെയും നമ്മുടെയും ഒക്കെ ദൈവം ആമേ സ്വത്രം ക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാ. ആമേ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. നമുക്കറിയാം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആമേ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, പിന്നെ മറുപടി കണ്ടില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തുക എന്നുള്ളതല്ല. ആമേ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഉപമയിൽ പറയുവാനിടയായിത്തു. എന്താണ്? ആ കാര്യങ്ങളെ വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ആമേ സ്തോത്രം. അവിടെ പറയുന്നു, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി ആമേ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാ. ആമേ, ഹല്ലേലൂയ. ഇപ്പൊ വിശ്വാസത്തിലേക്ക് ആമേ അവൻ കയറി വരുവാനിടയായി. അത് മതി നമ്മുടെ ജീവിതത്തിൽ. ചില പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വാസ കയറി വരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആമേ സ്തോത്രം ദൈവമുമ്പാകെ ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ വിശ്വാസം കയറി വരുവാനിടയാകും. പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആമേ സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ ഉത്തരമരുളണമേ. ആമേ സ്തോത്രം. അവിടെ കൊണ്ട് അവൻ നിർത്തിയില്ല. 2-ാമത്തെ ഭാഗം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയാ, രാവിലെ നിന്റെ ദയ കേൾപ്പിക്കുമാറാകണം. ഇതൊരു രാത്രിയിൽ ആമേ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സങ്കീർത്തനക്കാരൻ പറയുക, നാളെ ആമേ പുലരും, ആ രാവിലെ കാലം എനിക്ക് നിന്റെ ദയ എന്നെ കേൾപ്പിക്കുവാനിടയാകണം. ഈ ചെവി കൊണ്ട് എനിക്ക് കേൾക്കുവാനിടയായി തീരണം. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആമേ പ്രവൃത്തിയിൽ വലിയവനാണ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നാളേക്ക് മറുപടി തരുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ദയ കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനർത്ഥങ്ങളൊന്നും കേൾക്കാതെ, ദോഷങ്ങളൊന്നും കേൾക്കാതെ കർത്താവെ കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേ ഒരു പ്രാർത്ഥനയും കൂടെയുണ്ട്. രാവിലെ നിന്റെ ദയ എന്നെ കേൾപ്പിക്കുമാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതാ. ആമേ വേഗത്തിൽ ഉത്തരമരുളുവാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നത്? ആമേ സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആമേ സ്തോത്രം. രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇവിടെ ഈ വേഗത്തിൽ ഉത്തരമരുളുന്ന അല്ലെങ്കിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാനായിട്ട് പറയുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, തന്റെ വൃദ്ധന്മാർ രാപ്പകൽ എന്ത് ചെയ്യുന്നു? നിലവിളിക്കുകയാണ്. എപ്പോഴും അടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുവാനിടയായത്. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനായാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും.
അവിടെ പറയുന്നത് ആമേ സ്വത്രം, അവർ രാപ്പകൽ തന്നോട് നിലവിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേ സ്വത്ര സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു, അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദമോ ജീവാന്ത്യത്തോളം. പിന്നെ പറയുക, അവൻ രാത്രി സന്ധ്യയെങ്കിൽ കരച്ചിലോടെയും ഉഷസ്സിൽ ആനന്ദഘോഷത്തോടെയും വരുവാനിടയാകും. ദൈവസന്നിധിയിൽ ഇവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് വിടുതൽ വേണമോ? ആമേ സ്വത്രം, ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ, ശ്രദ്ധയോടെ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുവാനിടയാകും. യേശുവിന്റെ രക്തമുഖാന്തരം വിശുദ്ധരായി അവനുള്ള വിശ്വാസ മുഖാന്തരം ആ നീതി ആമേ സ്വത്രം നമുക്ക് നീതിമാന്മാരായി തീരുവാനിടയായെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ ആമേ നിലവിളിക്കാം. ആമേ ഹല്ലേലൂയ. തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേ സ്വത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആമേ സ്വത്രം, ഹല്ലേലൂയ. സമയങ്ങൾ വേർതിരിക്കുവാനിടയാകട്ടെ. രാത്രിയിലെ പ്രാർത്ഥന ആമേ സ്വത്രം പിന്നത്തേതിലൊരു നന്മയായി തീരുവാനിടയാകും. നിന്റെ കരച്ചിൽ ആമേ സ്വത്രം ഹൃദയം തകർന്നുകൊണ്ട്, ഹന്നയുടെ കരച്ചിൽ പുറത്ത് കേട്ടില്ല. ആമേ ചുണ്ട് അനങ്ങിയതേയുള്ളൂ. പുരോഹിതൻ വിചാരിച്ചു പിടിച്ച് മത്തായിരിക്കുകയാണെന്ന്. അവളുടെ ഹൃദയം പകരുകയായിരുന്നു. വ്യസനത്തോടെ അവൾ ആമേ ദൈവസന്നിധിയിൽ തന്റെ സങ്കടം ബോധിപ്പിച്ച് കരയുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ ആമേ സ്വത്രം, ഹല്ലേലൂയ, കരയുന്നവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. ആമേ സ്വത്രം അവരുടെ ആവശ്യങ്ങളെ നടത്തുന്ന ഒരു ദൈവമാണ്. ആമേ ആവശ്യങ്ങളുടെ മുഖത്ത് നീ ഭാരപ്പെടരുത്. ആമേ ഭാരപ്പെട്ടാൽ ദൈവസന്നിധിയിൽ ഇരിപ്പാനിടയാകണം. പ്രാർത്ഥിച്ചാൽ ഒരു നന്മ വരുവാനിടയാകും. ആമേ അനർത്ഥങ്ങൾ മാറിപ്പോകുവാനിടയാകും. ദൈവസാന്നിധ്യം ഇറങ്ങുവാനിടയാകും. നിന്റെ ആമേ വഴി തുറക്കുവാനിടയാകും. രാവിലെ നിന്റെ ദയ കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങളുടെ ആഴത്തിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരു അഭിഷേകം വേണം. രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ, ഹൃദയങ്ങളെ പകരുവാൻ ഒരു അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അല്പസമയങ്ങളൊക്കെ ആമേ പ്രാർത്ഥിക്കാൻ അറിഞ്ഞില്ല എങ്കിലും കർത്താവേ, യേശുവേ എന്നൊക്കെ പറഞ്ഞ്, എന്റെ വിഷയങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടം ബോധിപ്പിച്ച് ആമേ ദൈവം മുമ്പാകെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ദാവീദ് പറയുക, രാവിലെ നിന്റെ ദയ കേൾപ്പിക്കണമേ, വേഗത്തിൽ എനിക്ക് ഉത്തരം അരുളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യം, വിശ്വാസത്തിൻ്റെതായ രണ്ട് കാര്യങ്ങൾ. വിശ്വാസത്തിലേക്ക് കയറിയ ആമേ ദാവീദിന്റെ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേ സ്വത്രം, ഹല്ലേലൂയ. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ സമർപ്പണമാണ്. ആമേ സ്വത്രം, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവൈതല് ആമേ സ്വത്രം ഒരു സമർപ്പണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരേണ്ടതിന് വേണ്ടി യഥാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്ന രണ്ട് കാര്യമാ. ആമേ സ്വത്രം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. പിന്നെ പറയുന്ന കാര്യം, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവിനാൽ എന്നെ നേർനിലത്തുകൂടെ നടത്തുമാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയാണ്. ദൈവമക്കൾക്ക് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ യഥാർത്ഥമായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനിടയാകും. നീ നിന്റെ ഇഷ്ടം ചെയ്യുക, എന്റെ ഹിതം വേണ്ട. ആമേ സ്വത്രം, ഹല്ലേലൂയ. എന്റെ പദ്ധതികൾ വേണ്ട. ആമേ സ്വത്രം, ഹല്ലേലൂയ. ദൈവം നിന്റെ ഹിതം പോലെ ജീവിപ്പാൻ, നിന്റെ ഇഷ്ടമുള്ള ഒരു പ്രിയപ്പെട്ടവരായി തീരുവാൻ ആമേ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, അതൊരു നന്മയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ കാരണമായി തീരും. ആമേ സത്യസന്ധമായി ഒന്ന് ആഗ്രഹിക്കുക. ആമേ ദൈവം ആമേ സ്വത്രം ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേ ദൈവമക്കൾക്ക് വേണ്ടി ഒരു പാത ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ജീവനുള്ള ദൈവം, സത്യദൈവം, ഏക ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഒരു ആമേ സ്വത്രം ഒരു മാർഗത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് എനിക്ക് ജീവിക്കണം.
ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കുവാനിടയായി തീരാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴികൾ അറിഞ്ഞ് എനിക്ക് അതിൽ ജീവിക്കണം എന്നാര് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാനിടയായി തീരും. അത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാ, നിഷ്കളങ്കമായ പ്രാർത്ഥനയാ, നിർവ്യാജ വിശ്വാസത്തിന്റെ ഉടമയുടെ പ്രാർത്ഥനയാ. അവൻ കൈക്കൊള്ളാതിരിക്കത്തില്ല. അത് ഒരു ഉടമ്പടിയുടെ വ്യവസ്ഥ പോലെ ദൈവം കരുതുവാനിടയായി തീരും. നിന്റെ ജീവിതത്തിലെ അനർത്ഥങ്ങളിൽ അവൻ കൈവിടാതെ നിന്നെ മുന്നോട്ട് നടത്തുവാനിടയാകും. നിന്നെ തകർന്നു പോകാതെ നിന്നെ നടത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, അവൻ പറയുന്നത് ഒരു നേർ നിലത്തുകൂടെ ദൈവത്തിന്റെ ആത്മാവ്, ഇല്ലേ, നല്ല ആത്മാവിനാൽ എന്നെ നടത്തണമേ. അനേകർ ഇന്ന് നമുക്ക് നോക്കുമ്പോ, ചുറ്റിൽ നോക്കുമ്പോ വലിയ രീതിയിൽ കൊലപാതകങ്ങൾ നടക്കുക. പണ്ടൊന്നും ഇല്ലാത്ത നിലയിൽ വളരെ പൈശാചികമായ നിലകളിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ചെന്താമര ഭയങ്കര താമരയായിരുന്നു. എന്താണ്? 2 പേരെ കൊന്നു. തന്റെ ഹിറ്റ് ലിസ്റ്റില് ഇനിയും വേറെ ആളുകളുണ്ട്, പക്ഷെ ആൾക്ക് കൊല്ലാനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ആ സഹോദരി നമ്മള് ഇതിലൊക്കെ കണ്ടു, ദൈവം അത്ഭുതകരമായ ആ മകളെ പരിപാലിച്ചതൊക്കെ കുറിച്ച് ആ സഹോദരിയുടെ സാക്ഷി നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയെ കാമുകൻ എന്ത് ചെയ്യുക? അമ്മയുടെ അറിവോടെ, മൗനത്തോടെ, സമ്മതത്തോടെ ഒക്കെ 2 വയസ്സായ കുഞ്ഞിനെ എന്ത് ചെയ്തു? കിണറ്റിലേക്ക് എറിഞ്ഞു, കൊന്നു. വഴിവിട്ടുള്ള ജീവിതങ്ങൾ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മള് 5 പേരെ കൊന്ന് ഇരിക്കുന്ന ആ വ്യക്തിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. 5 കൊലപാതകങ്ങൾ നീണ്ട സമയങ്ങൾ എടുത്ത്, നീണ്ട യാത്രകൾ ചെയ്ത് അവന്റെ മനോനിലയ്ക്ക് ഒരു മാറ്റം വരാതെ കൊല്ലണം എന്നുള്ള ചിന്തയിൽ നടക്കുകയാണ്. ഒരു വ്യക്തി അത്ഭുതകരമായി തന്റെ അമ്മ രക്ഷപ്പെടുവാനൊക്കെ ഇടയായിത്തു. അല്ലെങ്കിൽ 6 പേരായാൽ. ഇങ്ങനെ വല്ലാത്ത നിലകളിൽ ഒക്കെ ഓരോ ദിവസങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, പൈശാചികമായ നിലകൾ, അതിനൊക്കെ വലിയ കാരണം മയക്കുമരുന്നുകളാണ്. മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിച്ചിരിക്കുക. ഇന്ന് അതിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെ, പ്രായം ചെന്നവരും ചെറുപ്പക്കാരും ഒക്കെ, ചെറിയ കുട്ടികൾ. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, 10ാം ക്ലാസ്സിലെ പയ്യൻ എവിടേക്ക് പോയി വാങ്ങിച്ച് സൈക്കിളെ ഓട്ടി ദീർഘദൂരം ഒക്കെ യാത്ര ചെയ്ത് വന്ന് തന്റെ സഹോദരിക്ക് മയക്കുമരുന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മളിതൊന്ന് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ചുറ്റിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഓരോ വീട്ടുകാരെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാല് അവർ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അവരുടെ അയൽവാസി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള് അല്ലെങ്കിൽ വീട്ടിനകത്തുള്ളവർ വളരെ കണ്ണീരോടെ കഴിയുക, വളരെ പ്രയാസത്തോടെ കഴിയുക. എങ്ങനെ ഇതിൽ നിന്ന് ഒരു മാറ്റം വരും? ആവേശത്രം എൻ്റെ ഈ മകള് വലിയ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ വളരെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒക്കെ വന്ന കാര്യങ്ങളായിരുന്നു. പ്രൈസലെല്ലാം തല്ലി തകർന്നു പോകാനിടയായിത്തു. പ്രൈസൽ ഒരു ശാപം അപ്പോലെ അവരുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. ആമേശത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമേശത്രം വളരെ അപമാനങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുക. തീരാ നഷ്ടം പോലെ സാമ്പത്തിക കടക്കെണികൾ, ആമേശത്രം ഒത്തിരി കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതാ, അതൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാ. ഇനി എങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് ആമേശത്രം അനേകര് ആമേശത്രം ഹല്ലേലൂയ ഇവിടെയാണ് ആമേശത്രം ഹല്ലേലൂയ പറയുന്ന ഒരു പ്രസക്തി. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രസക്തിയുണ്ട്. ദൈവമേ, നിന്റെ നല്ല ആത്മാവിനാൽ എന്നെ വഴി നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൈവാത്മാവുണ്ട്. അവൻ നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. യേശുവേ, നീ എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാവായിട്ട് വസിക്കും. യേശുക്രിസ്തു മാത്രമേ അവകാശം പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായി ആവശ്യപ്പെട്ടാൽ ഞാൻ അവന്റെ ഉള്ളിൽ വസിക്കാമെന്ന്. വേറെ ഒരു പുസ്തകമോ
വേറെ ഒരു വ്യക്തിയോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആമേശ്വരത്തിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞു, പക്ഷെ ഉള്ളിൽ വസിക്കാമെന്ന് പറഞ്ഞത് ദൈവമായവൻ പറയുക. അവൻ നമ്മോട് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായി ആഗ്രഹിക്കുക. ആ ദൈവം ആത്മാവായി വസിക്കുന്ന ദൈവാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ അവൻ നമ്മെ നടത്തുവാനിടയാകും. പാപത്തിന്റെ അഴുക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് നാം ഓരോരുത്തരും മാറി സ്വത്രഹാലിൽ മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, സ്വത്രഹാലിയ ഈ വലിയ വിപത്തിൽ നിന്ന്, ഈ വലിയ ആപത്തിൽ നിന്ന്, ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഇത്രത്തോളം വലിയ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരോട് സ്വത്ര പറയുവാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുക. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുവാൻ ഇടയായെങ്കിൽ നിന്നെ നടത്തുവാൻ ഇടയാകും. ഈ പാപകരമായ അനുഭവം, ഈ അന്ധകാരത്തിന്റെ അനുഭവങ്ങള്, ഈ പൈശാചികമായ അവസ്ഥകള്, ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. ദൈവാത്മാവില്ല എങ്കിൽ അന്ധകാര ശക്തികളാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയാകുക. ഈ അന്ധകാര ശക്തികൾ എന്ത് ചെയ്യും? നിന്നെ ഈ പൈശാചികമായ നിലകളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് സ്വത്രം നാശം പിടിച്ച ഒരു ജീവിതം നയിച്ച് അവസാനം നരകത്തീയിൽ തള്ളപ്പെട്ടവനായി മാറുവാനായിട്ടിടയാകും. എന്നാൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ മാറി സ്വത്ര ദൈവികമായ ഒരു സംരക്ഷണം, ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ദൈവികമായ ഒരു സംരക്ഷണവും ഒരു നടത്തിപ്പും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ ഒരു മാറ്റം വന്ന് ദൈവികമായ സ്വഭാവങ്ങൾ, ദൈവികമായ ചിന്തകൾ കൊണ്ട് നമ്മെ നിറച്ച് ഈ അവസ്ഥകളിൽ നിന്ന് പൊട്ടി പുറത്തു വരുവാനായിട്ട് ഇടയാകും. സ്വത്ര ഈ ഇരുമ്പിന്റെ എത്ര വലിയ ചങ്ങലയാണ് അതിൽ നിന്ന് പൊട്ടി പുറത്തു വരുത്തുന്നത് പോലെ സ്വത്ര ഈ അന്ധകാര ശക്തികളിൽ നിന്ന്, ഈ അന്ധകാരത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് സ്വത്രം നമ്മെ പുറത്തു വരുത്തുവാൻ ഈ ദൈവാത്മാവ് നമ്മെ സഹായിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനമാ. കേട്ട് എന്ത് ചെയ്യണം? സ്വീകരിക്കണം, ഏറ്റെടുത്ത് ആരാധിക്കണം. ഇതൊക്കെ ആര് ചെയ്യേണ്ടത്? കേട്ടിരിക്കുക മാത്രമല്ല, ഒന്ന് ആരാധിക്കുവാനൊക്കെ ഇടയായി തീരണം, വിശ്വസിക്കുവാനിടയാകണം. ഈ ദൈവാത്മാവ് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എനിക്കെതിരെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ചില മണ്ഡലങ്ങളെ ഈ ദൈവാത്മാവ് പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ ദൈവാത്മാവ് പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കും. സ്വത്രം, ഹല്ലേലൂയ. ആ ഒരു ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ സ്വത്രം നേർനിലത്തുകൂടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ട ദൈവകൃപ പകരം നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ഭക്തിയല്ല, ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അതിന് ഒപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം ഒന്ന് ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങാത്തവര് സ്തോത്രം ചെയ്യും, ഉറങ്ങിയവര് ഉറക്കം കിട്ടാതെ ഒത്തിരി ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കത്തെ നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണർന്നാലും ഉറങ്ങിയാലും ദൈവിക പദ്ധതിയിലൂടെയാണ് നമ്മെ ഓരോരുത്തരെയും നടത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഹിതത്തിലേക്ക് ദാവീദിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദാവീദിന് വലിയൊരു ആഗ്രഹമാ, നിന്നെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എന്താ പ്രിയപ്പെടുന്നത്? നമ്മൾ പ്രിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ മക്കള്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറം നമ്മുടെ സൗകര്യങ്ങള്, അല്ലെങ്കിൽ നേരം പോകാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സ്വത്രം, ഹല്ലേലൂയ. നേരം പോകാൻ, അല്ലെങ്കിൽ കൂട്ടുകാര്, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ പ്രിയപ്പെടുന്നതെങ്കിൽ
ദാവീദിന്റെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്നത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവഹിതത്തിലൂടെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നിൽക്കുവാനായിട്ട് ഇടയാകണം. ആമേൻ. ദാവീദിനെ പോലെ എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാകണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഒരു താഴ്മയുള്ള ഒരു ഹൃദയം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. എങ്ങനെയാണ് ദൈവത്തിന് ഇഷ്ടം നമുക്ക് ജീവിതത്തിൽ അറിയാനായിട്ട് കഴിയുന്നത്? ദൈവഹിതം ചെയ്യുവാനാണ് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവഹിതം അറിയുവാനിടയാണ്. ദൈവഹിതം എന്ന് പറയുന്നതിനെ കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12 പറയുന്നത് ആ ദൈവഹിതത്തിനെ കുറിച്ച് പറയും, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം. എനിക്ക് തോന്നുന്നു ദാവീദിനേക്കാളും വെട്ടിച്ച ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പഠിപ്പിക്കുവാനാണ് ഇവിടെ പറയുന്നത്. ആ പഠനത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനം 12:2 പറയുന്നത്, ആമേ, ഹല്ലേലൂയ, 2 കൂട്ട കാര്യങ്ങളാണ് ഈ ദൈവഹിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകേണ്ടത്. അല്ലെ, അതിൽ പറയുന്ന ഒന്നാമത്തെ മുന്നിലുള്ള വാക്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ആമേ, സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. ഈ ലോകം നമ്മെ സ്വാധീനിക്കും. ഈ ലോകക്കാരെ പോലെ ജീവിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മളെ പരിഹസിക്കുവാനിടയാകും, നിന്ദിക്കുവാനിടയാകും, ഒറ്റപ്പെടുത്തുവാനിടയാകും. കണ്ടില്ലേ, എന്താ ഇത് ഇങ്ങനെ, മണ്ടന്മാരെന്ന് പറയുവാനൊക്കെ ഇടയായിത്തീരും. ഈ ലോകത്തിനൊരു സംവിധാനമുണ്ട്. ഈ ലോകം പണ്ടത്തെ പോലെയല്ല. ഇന്ന് വളരെ ആധുനികവൽക്കരിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങളായിട്ട് കാണുവാനായിട്ട് കഴിയും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അല്ലെ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തേത്, അപ്പൊ ഈ ലോകം നമ്മുടെ അകത്ത് വരുന്നുണ്ടോ? നമ്മുടെ ആത്മീയതയെ ചോർത്തിക്കളയുന്ന ലോകത്തിന്റെ സ്വാധീനമുണ്ടോ? ഈ ലോകത്തിന്റെ നമ്മളിങ്ങനെ ജീവിച്ചാൽ മതിയാകോ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഈ ലോകത്തില് നമുക്ക് മോശമല്ലേ? അല്ലെ, ഒത്തിരി ആളുകളൊക്കെ ചിന്തിക്കുന്ന ദൈവമക്കളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ആമേ എന്നും 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 എപ്പോഴും ഒക്കെ ഈ ലോകത്തെ നമ്മൾക്ക് ആമേ, സ്തോത്രം, വളരെ ശ്രദ്ധിച്ച് ആമേ എന്റെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കാൻ ഈ ലോകത്തിന്റെ സ്വാധീനത്തെ ചെറുക്കുവാനായിട്ടിടയായിത്തീരാം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം ലോകത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ലോകത്തിന് അനുരൂപരാകരുത്. നമുക്കൊരു പ്രമാണമുണ്ട്, നാം ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിത്യജീവനെ പ്രാപിച്ചതാ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സ്വർഗത്തിലൊരു പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമുള്ളവനാണ്. എൻ്റെ ഉള്ളിൽ ഒരു ദൈവാലയമായി ഞാൻ മാറിയിരിക്കുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നമുക്ക് ആരായിട്ട് എന്ത് രീതിയിലാ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് ഏതൊക്കെ നിലയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, അതിനെ എപ്പോഴും മനസ്സിലാക്കി ആ പാത പിന്തുടരുവാനായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടാകണം. എങ്ങനെ പുതിയ ജനറേഷൻ ആയിത്തീരാം, എങ്ങനെ ഈ ലോകത്തിലെ പോലെ ജീവിക്കാം എന്നുള്ള ബന്ധത്തിലല്ല. ആദിമ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു വന്നു, ദൈവവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, ലേഖനങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവവചനവും പിതാക്കന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കാതെ മറുനിരയിലേക്ക് പോകുന്നുവെങ്കിൽ ലോകത്തിന് അനുരൂപരായി തീരുവാനിടയായിത്തീരും. അപ്പോ സംഭവിക്കുന്ന ഒരു കാര്യം, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല.
എത്ര നന്നായി ദൈവവചനം പഠിച്ചാലും, എത്ര നന്നായി പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥന കുറവ് എന്നുള്ളതല്ല, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിന് അനുരൂപരായി തീർന്നാൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ആത്മീയതയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കുവാനിടയാണ്. ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഞാൻ അതിന്റെ പിന്നത്തെ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ലോകത്തിന് അനുരൂപരാകാതെ ഹല്ലേലൂയ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവികത തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയാകണം. ജീവിതത്തിലെ ചെറിയ ചെറിയ പാളിച്ചകൾ, കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയാകണം. മനസ്സ് പുതുക്കിയാ പോരാ, സ്തോത്രം, രൂപാന്തരപ്പെടുവാനായിട്ടിടയാകണം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി തീർന്നാൽ ദൈവത്തിന്റെ കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന, ദാവീദിന്റെ ഒരു പ്രാർത്ഥന, ശരിയായ ഒരു സമർപ്പണത്തിലേക്ക് അവനെ നടത്തുവാനായിട്ടിടയായി തീർന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കാം. ദൈവഹിതം തിരിച്ചറിയുവാനായിട്ടിടയാകും. മനസ്സ് പുതുക്കി നമ്മളെ പിന്നെയും പിന്നെയും പഴയ സ്വഭാവത്തിൽ തുടർന്നാൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയത്തില്ല. ഒരു മാനസാന്തരം വരണം. ഹല്ലേലൂയ. മാനസാന്തരം വന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. കുറവുകൾ ഏതാണോ അതിൽ തന്നെ തുടർന്നാൽ ഹൃദയം കഠിനപ്പെടും, ദൈവപ്രവൃത്തിക്ക് തടസ്സമായി തീരും, ദൈവത്തിന്റെ സ്വത്രം പ്രസാദം നമ്മിൽ നിന്ന് ഇല്ലാതായി തീരും, വഴികളിൽ നിന്ന് വിട്ടുമാറുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിന് എന്ത് ചെയ്യണം? മനസ്സിന് പുതുക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരം, പഴയ സ്വത്രം, ആ സ്വഭാവം എന്ത് ചെയ്യണം? മാറ്റി പുതിയതാക്കണം. പഴയ നമ്മുടെ ജീവിതത്തിലെ കുറവുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റണം. വ്യക്തികളോടുള്ള കയ്പാണെങ്കിൽ, പകയാണെങ്കിൽ, പിണക്കമാണെങ്കിൽ സ്വത്രം എന്ത് ചെയ്യണം? അതാണ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികമായിട്ടുണ്ടാവുക, അല്ലേ? കാരണമൊന്നും അറിയില്ല, കാരണമൊന്നും ഇല്ല, വെറുതെ, അല്ലെ? കർത്താൻ നാമിന്റെ എല്ലാവരും പകയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ വെറുതെ കേറി വരിക. സ്വത്രം മനസ്സ് എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം നമ്മുടെ ജീവിതത്തില് വ്യക്തികളെ അനുകൂലമാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തെ നാം ശ്രദ്ധിപ്പാനിടയായി തീരണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവഹിത പ്രകാരം നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ലോകത്തിന് അനുരൂപരാകുവാനിടയാകും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയാകും. അപ്പോഴാണ് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിന്റെ നാമനിമിത്തം എന്നൊക്കെ പറഞ്ഞ് ചില ഭാഗങ്ങൾ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം മുൻപിലില്ലല്ലോ. ഹല്ലേലൂയ. നാമം നിമിത്തം, അല്ലെ? പിന്നെ ജീവിപ്പിക്കണം. അപ്പം നാമം നിമിത്തം, നാമം എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് കഴിയും. കരുണയുള്ള ദൈവം തന്റെ നാമനിമിത്തം നമ്മളെന്ത് ചെയ്യും? തീഷ്ണതയുള്ളവനായി തന്റെ ജനത്തെ രക്ഷിക്കുവാനിടയായി. യെഹെസ്കേലിന്റെ പുസ്തകം 39 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനെതിരെ വലിയ രാജ്യങ്ങൾ കൂട്ടമായി കൂടി വന്ന് സ്വത്രം യെരൂശലേം സ്വത്രം ലോകത്തിന്റെ മധ്യത്തിൽ, അല്ലെ? ഒന്ന് വായിച്ചേക്ക്, ആ ഭാഗം ഒന്നെടുത്ത് വായിച്ച് വേഗത്തിൽ നിർത്താം. സ്വത്രം യെഹെസ്കേൽ 30, അവിടെ 39, 38, 39.
38 ഭാഗത്ത് പറയുക, ആമേ സ്തോത്രം, 11 വാക്യത്തിന്റെ 2 ഭാഗം തൊട്ട് വായിക്കും. കൊള്ള ചെയ്യേണ്ടതിനും കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി വീണ്ടും നിവാസികളുടെ സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു. യെരൂശലേമിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന, കന്നുകാലികളുടെയും ധനത്തിന്റെയും സമ്പാദിച്ച് ഭൂമിയുടെ മധ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ കൈനീട്ടുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഒരു മനുഷ്യനെ സഹായിപ്പാനില്ലാത്ത നിലയിൽ അത്രയും വലിയ ഒരു ആപത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു ഭാഗം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുക, ചാനലിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം അന്വേഷിക്കുന്നവനെങ്കിൽ, ഏതാണ് സത്യം എന്ന് അന്വേഷിക്കുന്നവർക്ക് ആമേ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് 2000-ഉം 3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആമേ, ഇസ്രായേൽ എന്ന രാജ്യത്തെ കുറിച്ച് പറയുക, ഭൂമിയുടെ മധ്യ വസിച്ചു മിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ. പ്രൈസ് ദി ലോർഡ്. 3500 അല്ലെങ്കിൽ 3000 കൊല്ലം പിടിക്കാം അല്ലെ, അതിനു മുൻപ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്, പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ആമേ, ഇസ്രായേൽ എവിടെയാണ്? ഭൂമിയുടെ മധ്യേ ആമേ സ്തോത്രം ആയിരിക്കുന്നത്. ഇന്ന് നമുക്ക് മാപ്പ് നോക്കിയാല്, പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഭൂമിയുടെ മധ്യയാണ് ഇസ്രായേൽ എന്ന രാജ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ടുപിടിച്ചത് വളരെ നാളുകൾക്ക് മുൻപാണ്, കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇസ്രായേലും മാപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആമേ, അതിനേക്കാളും 3000-ലധികം വർഷം മുൻപ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുക, ദൈവവചനം ആമേ പറഞ്ഞിരിക്കുകയാണ്, പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. തന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, ആമേ, ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഈ രാജ്യത്തെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എന്നെ ഈ ചാനലിലൂടെ കേൾക്കുന്നുവെങ്കിൽ സത്യമേതെന്ന് തിരിച്ചറിയുവാൻ ആമേ സ്തോത്രം ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഇസ്രായേലിന്റെ ദൈവമാണ് ആമേ സ്തോത്രം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായതിനാൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമുക്ക് കൃപ നൽകി ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയാകട്ടെ. നമ്മൾ ചിന്തിച്ചതായ ഭാഗം ഒരു വലിയ കഷ്ടത്തിന്റെ നടുവിൽ ഒരു വിടുതലിന് വേണ്ടി ആമേ ദാവീദ് പ്രാർത്ഥിച്ച സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു ശരിയായ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങളെ ആമേ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിമാനാക്കി വിശുദ്ധനാക്കി തീർക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ രണ്ടാമത്തെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിശ്വാസത്തിലേക്ക് കയറി വരുവാനിടയായിത്തീരും. നമ്മുടെ ദൈവം വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. രാത്രിയിലെ കരച്ചിൽ വ്യർത്ഥമല്ല, ഉഷസ്സെങ്കിലോ ആനന്ദത്തിന്റെ അനുഭവം നൽകി തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരിയായ വിശ്വാസത്തിലേക്ക് കയറി വരുവാനായിട്ട് ഇടയായി തീരും. ആമേ, കരച്ചിലോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേ രാവിലെ ചെയ്ത് കേൾക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, യഥാർത്ഥമായ ഒരു സമർപ്പണം അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. പല പ്രതിസന്ധികളുടെ നടുവിലും ആമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിപ്പാനിടയാകും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ ആമേ ദൈവശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു അനുതലത്തിലേക്ക് വന്നാൽ ആമേ സ്വത്രം കാര്യങ്ങൾ സുഗമമായി ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുഭകരമായ ഒരു അനുഭവം ആമേ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരും. ആമേ, ഏത് തകർന്ന സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടാൽ ആമേ നമ്മെ നടത്തുവാനിടയാകും. അവസാനമല്ല, ഇനിയും ദീർഘദൂര യാത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സ്വത്രം, ഹല്ലേലൂയ. ദൈവം തന്റെ നാമം നിമിത്തം ആമേ സ്വത്രം നമ്മെ രക്ഷിപ്പാനിടയായിത്തീരും. കാരണം അവൻ കരുണയുള്ളവനാണ്. തന്റെ ജനത്തെ അവൻ സ്വത്രം ആദരിക്കുന്ന ദൈവമാണ്. അവൻ തീഷ്ണത കാണിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ സ്വത്രം, ഹല്ലേലൂയ. ഇപ്രകാരം ആമേ സ്വത്രം ചാനലിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേ ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ ചുമതല പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേ, കേട്ട എല്ലാ ജനത്തിന്റെ മേലും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും
നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.